ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ഭരണ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. 3 പതിറ്റാണ്ടിലേറെയായി ഇറാന്റെ ഭരണ സംവിധാനത്തെ നിയന്ത്രിച്ചിരുന്ന ഖമേനിയുടെ മരണം രാജ്യത്തെ വലിയൊരു അധികാര ശൂന്യതയിലേക്കും അനിശ്ചിതത്വത്തിലേക്കുമാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഇറാൻ നേതൃനിരയിലെ 40 പേരെ വധിച്ചു എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഇത് ശരിയാണ് എങ്കിൽ ഭരണകൂടത്തിലെ പ്രധാനികൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായിരിക്കുകയാണ്. പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതോടെ ആ സ്ഥാനത്തേക്ക് ഉടനെ മറ്റൊരാളെ കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ ഇത്തരമൊരു സ്ഥാനാരോഹണത്തിന് അനുകൂലമായ സമയമല്ല ഇപ്പോൾ. യുഎസും ഇസ്രയേലും സംയുക്തമായി ആക്രമണം നടത്തുന്ന സമയത്ത് താൽക്കാലികമായി മറ്റൊരാളെ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. ഇറാന്റെ ഭരണഘടന അനുസരിച്ച് പരമോന്നത നേതാവായി ഒരു മുതിർന്ന ഷിയ പണ്ഡിതനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിലവിൽ ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ റുഹുദുള്ള ഖമേനി, ചെറുമകൻ ഹസൻ ഖമേനി എന്നിവരുടെ പേരുകളാണ് പിൻഗാമികളായി പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. സാദിഖ് ലാറിജാനി, മൊഹ്സൻ അരാക്കി, അഹമ്മദ് ഹദാമി തുടങ്ങിയ മുതിർന്ന പണ്ഡിതന്മാരും പരിഗണനയിലുണ്ട്. പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഔദ്യോഗിക അധികാരം 88 അംഗ മുതിർന്ന പണ്ഡിതന്മാരടങ്ങുന്ന അസംബ്ലി ഓഫ് എക്സ്പെർട്സിനാണ്. എന്നിരുന്നാലും രാജ്യത്തെ ഏറ്റവും